ഹായ് സ്റ്റുഡൻസ്, പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോഫ്റ്റ് സ്കില്ലിനെ കുറിച്ചും ഹാർഡ് സ്കില്ലിനെ കുറിച്ചുമാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ പ്രൊഫഷണലിസവുമായി ബന്ധപ്പെട്ട് പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് ഉള്ള കുറേ കാര്യങ്ങളും അതുപോലെ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് പ്രൊഫഷണൽ, അതുപോലെ തന്നെ പ്രൊഫഷണൽ സ്കിൽസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. ഇന്ന് സോഫ്റ്റ് സ്കില്ലിനെ കുറിച്ചും ഹാർഡ് സ്കില്ലിനെ കുറിച്ചും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എന്ത് ചെയ്യുന്നു നമ്മൾ പഠിക്കുവാൻ പോകുന്നു. സോഫ്റ്റ് സ്കിൽ ആൻഡ് ഹാർഡ് സ്കിൽ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് സ്കിൽസ് റിക്വയർഡ് ടു എ പ്രൊഫഷണൽ പേഴ്സൺ. ഒരു പ്രൊഫഷണൽ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അയാൾക്കുണ്ടായിരിക്കേണ്ട രണ്ട് സ്കില്ലുകളാണ് സോഫ്റ്റ് സ്കില്ലും അതുപോലെ തന്നെ ഹാർഡ് സ്കില്ലും എന്ന് അറിയപ്പെടുന്നത്. ഇവ ഓരോന്നിനെയും നമുക്ക് വിശദമായിട്ട് ഇവിടെ പഠിക്കാം. ആദ്യമായി സോഫ്റ്റ് സ്കിൽസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. സോഫ്റ്റ്, മൃദുവായിട്ടുള്ള കഴിവുകൾ എന്ന് നമുക്ക് മലയാളത്തിൽ വേണമെങ്കിൽ പറയാം സോഫ്റ്റ് സ്കിൽസിനെ. സോഫ്റ്റ് സ്കിൽസ് ആർ എ ക്ലസ്റ്റർ ഓഫ് പ്രൊഡക്റ്റീവ് പേഴ്സണാലിറ്റി ട്രൈറ്റ് ദാറ്റ് ക്യാരക്ടറൈസ് വൺസ് റിലേഷൻഷിപ്പ് ഇൻ എ സോഷ്യൽ എൻവയോൺമെൻറ്റ്. ഒരു സാമൂഹിക പരിസ്ഥിതിയിൽ ഒരു വ്യക്തിയുടെ ബന്ധങ്ങളെ ക്യാരക്ടറൈസ് ചെയ്യുന്ന, രൂപീകരിക്കുന്ന ഒരു കൂട്ടം പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് ആണ്, ക്വാളിറ്റീസ് ആണെന്ത് സോഫ്റ്റ് സ്കിൽസ് എന്നറിയപ്പെടുന്നത്. ദീസ് സ്കിൽസ് ക്യാൻ ഇൻക്ലൂഡ് സോഷ്യൽ ഗ്രേസസ്, കമ്മ്യൂണിക്കേഷൻ എബിലിറ്റി, ലാംഗ്വേജ് സ്കിൽസ്, പേഴ്സണൽ ഹാബിറ്റ്സ്, കോഗ്നിറ്റീവ് ഓർ ഇമോഷണൽ എംപതി, ടൈം മാനേജ്മെൻറ്റ്, ടീം വർക്ക്, ലീഡർഷിപ്പ് എക്സെട്ര. അപ്പോൾ എന്തെല്ലാമാണ് സോഫ്റ്റ് സ്കിൽസിൽ ഉൾക്കൊണ്ടിട്ടുള്ളത്? സോഷ്യൽ ഗ്രേസസ്, കമ്മ്യൂണിക്കേഷൻ എബിലിറ്റി, ആശയവിനിമയത്തിനുള്ള കഴിവ്, ലാംഗ്വേജ് സ്കില്ല്, ഭാഷ സംസാരിക്കുവാനുള്ള, ഭാഷയെക്കുറിച്ചുള്ള അറിവ്, പേഴ്സണൽ ഹാബിറ്റ്സ്, കോഗ്നിറ്റീവ് ഓർ ഇമോഷണൽ എംപതി, ടൈം മാനേജ്മെൻറ്റ്, ടീം വർക്ക്, ലീഡർഷിപ്പ് ട്രൈറ്റ് മുതലായവയൊക്കെയാണെന്ത് ഈ ക്വാളിറ്റീസ് അല്ലെങ്കിൽ ഈ ട്രൈറ്റ്സിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. സോഫ്റ്റ് സ്കിൽ എന്ന് പറയുന്നത് ഒരു പേഴ്സണാലിറ്റി ട്രൈറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു കൂട്ടം പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് അടങ്ങിയിട്ടുള്ളതാണ് എന്ത് സോഫ്റ്റ് സ്കില്ല് എന്ന് പറയുന്നത്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബേസിക് ആയിട്ട് അയാൾക്കുണ്ടായിരിക്കേണ്ട സ്കില്ലുകളാണ് ഏത് സോഫ്റ്റ് സ്കിൽസ് എന്ന് അറിയപ്പെടുന്നത്. ദർ ആർ സോ മെനി ട്രെയിനിങ് പ്രോഗ്രാംസ് ആർ അവൈലബിൾ ഫോർ ഇംപ്രൂവിങ് ദി സോഫ്റ്റ് സ്കിൽ. ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ, ഒരു ഇൻഡിവിജ്വലിൻ്റെ സോഫ്റ്റ് സ്കിൽസിനെ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ട്രെയിനിങ് പ്രോഗ്രാമുകളൊക്കെ കണ്ടക്ട് ചെയ്യപ്പെടാറുണ്ട്. ഇത്തരത്തിലുള്ള ട്രെയിനിങ് പ്രോഗ്രാമിലൂടെ എന്ത് ചെയ്യുക, ഒരു ഇൻ്റർവ്യൂ എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, പ്രസംഗ പരിശീലനം എങ്ങനെയാണ്, കമ്മ്യൂണിക്കേഷൻ എബിലിറ്റി എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, ലാംഗ്വേജ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, പേഴ്സണൽ ഹാബിറ്റ്സിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം, അതുപോലെ ഇമോഷണൽ ഇൻ്റലിജൻസിനെ കുറിച്ച്, അതുപോലെ ടൈം മാനേജ്മെൻറ്റ് എങ്ങനെ ചെയ്യാം, ടീം വർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ലീഡർഷിപ്പ് ട്രൈറ്റ്സ് എങ്ങനെ വളർത്തിയെടുക്കാം എന്നതിനെക്കുറിച്ചൊക്കെയുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകളൊക്കെ കൊടുക്കാറുണ്ട്. So, soft skills are the important skills required to a person. In basic sense. ബേസിക് ആയിട്ട് പറയുമ്പോൾ ഒരു വ്യക്തിക്കുണ്ടായിരിക്കേണ്ട സ്കില്ലുകളാണ് ഈ സോഫ്റ്റ് സ്കിൽ എന്നറിയപ്പെടുന്നത്. ഇതൊരു പർട്ടിക്കുലർ ജോബായി ബന്ധപ്പെട്ടതല്ല, ഒരു പ്രത്യേക ജോലിയുമായി ബന്ധപ്പെട്ടതല്ല, മറിച്ച് ബേസിക് ആയിട്ട് ഒരാൾക്കുണ്ടായിരിക്കേണ്ടതാണ് ഇത് ഈ സോഫ്റ്റ് സ്കില്ല് എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ അത് വളർത്തിക്കൊണ്ടുവരേണ്ടതാണ് ഇത് സോഫ്റ്റ് സ്കില്ല് എന്നറിയപ്പെടുന്നത്. സോഫ്റ്റ് സ്കിൽസ് ആർ പേഴ്സണൽ ആട്രിബ്യൂട്ട്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ഹൗ വെൽ യു ക്യാൻ വർക്ക് ഓർ ഇൻറ്ററാക്ട് വിത്ത് അതേഴ്സ്. നിങ്ങൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് മറ്റുള്ളവരോട് ഇൻറ്ററാക്ട് ചെയ്യുന്നത്, സംസാരിക്കുന്നത് എന്നതിനെല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കൂട്ടം പേഴ്സണൽ ആട്രിബ്യൂട്ട്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സോഫ്റ്റ് സ്കിൽസ് എന്ന് വിളിക്കുന്നത്. സോഫ്റ്റ് സ്കിൽസ് ആർ പേഴ്സണൽ ആട്രിബ്യൂട്ട്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ഹൗ വെൽ യു ക്യാൻ വർക്ക് ഓർ ഇൻട്രാക്ട് വിത്ത് അതേഴ്സ്. നിങ്ങൾ എങ്ങനെ ഒരു വർക്ക് നല്ല രീതിയിൽ ചെയ്യുന്നു, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ മറ്റുള്ളവരുമായി ഇൻട്രാക്ട് ചെയ്യുന്നത് എന്നതിനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കൂട്ടം പേഴ്സണൽ ആട്രിബ്യൂട്ട്സ് ആണ് സോഫ്റ്റ് സ്കിൽസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. വാട്ട് എക്സാക്ട്ലി ആർ സോഫ്റ്റ് സ്കിൽസ്? എന്താണ് യഥാർത്ഥത്തിൽ സോഫ്റ്റ് സ്കിൽസ് എന്നാൽ? സോഫ്റ്റ് സ്കിൽസ് ആർ പേഴ്സണൽ ആട്രിബ്യൂട്ട്സ് നീഡഡ് ഫോർ സക്സസ് ഓൺ ദി ജോബ്. ഒരു ജോലിയിൽ നമുക്ക് വിജയം ആവശ്യമാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ജോലി നമുക്ക് എന്ത് ചെയ്യണം, ഏറ്റവും നല്ല രീതിയിൽ വിജയകരമായി ചെയ്തു തീർക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു കൂട്ടം സ്കിൽ അല്ലെങ്കിൽ ഒരു കൂട്ടം പേഴ്സണൽ ആട്രിബ്യൂട്ട്സ് ആണ് ഇത്
ഈ പറയുന്ന സോഫ്റ്റ് സ്കിൽ എന്ന് പറയുന്നത്. ടൈം മാനേജ്മെൻറ്റ്, റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ്, ടീം വർക്ക്, ക്രിയേറ്റീവ് തിങ്കിങ്, കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ ഓർ കോൺഫ്ലിക്റ്റ് റിഡ്രസൽ, ഇത്തരത്തിലുള്ള സോഫ്റ്റ് സ്കില്ലുകളാണ് നിലവിലുള്ളത്. ദ ടോപ്പ് 10 സോഫ്റ്റ് സ്കിൽസ്, 10 ടോപ്പ് 10 സോഫ്റ്റ് സ്കിൽസാണ് താഴെ കൊടുത്തിരിക്കുന്നത്. എന്തെല്ലാം സ്കില്ലുകളാണ്, സോഫ്റ്റ് സ്കില്ലുകളാണ് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്? ഒന്ന് കമ്മ്യൂണിക്കേഷനാണ്, ആശയവിനിമയത്തിനുള്ള കഴിവ്. ദ എബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനുള്ള കഴിവ് വളർത്തിയെടുക്കണം. ആളുകളുമായിട്ട് ആശയവിനിമയം നടത്തുവാനുള്ള, അത് പ്രധാനപ്പെട്ട ഒരു സോഫ്റ്റ് സ്കില്ലാണ്. അതുപോലെ സെൽഫ് മോട്ടിവേഷൻ, സ്വയം മോട്ടിവേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള, സ്വയം മോട്ടിവേറ്റ് ചെയ്യുന്നതിനുള്ള, സ്വയം പ്രചോദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അത്തരത്തിലുള്ളൊരു സ്കില്ലുണ്ടായിരിക്കണം. അതുപോലെ ലീഡർഷിപ്പ് സ്കില്ല്, അതുപോലെ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തവുമായി ബന്ധപ്പെട്ട സ്കില്ല്, ടീം വർക്ക്, പ്രോബ്ലം സോൾവിങ് സ്കില്ല്, ഡിസിസീവ്നെസ്, ഒരു ഡിസിഷൻ എടുക്കാനുള്ളൊരു കഴിവ്, എബിലിറ്റി ടു വർക്ക് അണ്ടർ പ്രഷർ ആൻഡ് ടൈം മാനേജ്മെൻറ്റിലും അണ്ടർ പ്രഷറിലും ഏറ്റവും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതിനുള്ള കഴിവ്. അതുപോലെ ഫ്ലെക്സിബിളായിട്ട് ഡിസിഷൻ എടുക്കാനുള്ള കഴിവ്, നെഗോസിയേഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ, എന്ത് ചെയ്യുന്നു, പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനും പേശൽ നടത്തുവാനുമുള്ള കഴിവ്. ഇതെല്ലാം തന്നെ പ്രധാനപ്പെട്ട സോഫ്റ്റ് സ്കില്ലുകളാണ്. ഇതൊരുപാട് ട്രെയിനിങ് പ്രോഗ്രാമുകളിലൂടെയൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് വളർത്തിയെടുക്കാം. ഒന്നുകിൽ അത് ഇന്നേറ്റ് ആയിട്ടുണ്ടാവും, ഒരാൾക്ക് എന്ത് ചെയ്യുക, അയാൾക്ക് സ്വാഭാവികമായിട്ട് ജന്മനാ തന്നെ അയാൾക്ക് ഈ സ്കില്ലുണ്ടാവും. അല്ലെങ്കിലോ വി ക്യാൻ ക്രിയേറ്റ് ഇറ്റ്, നമുക്ക് എന്ത് ചെയ്യാം, വ്യത്യസ്തമായ ട്രെയിനിങ് വർക്ക്ഷോപ്പുകളിലൂടെയൊക്കെ എന്ത് ചെയ്യുക, ഇത് ക്രിയേറ്റ് ചെയ്തെടുക്കുവാൻ സാധിക്കും. സോ ദീസ് ആർ ദി സോഫ്റ്റ് സ്കില്ല്. നെക്സ്റ്റ് വി ആർ മൂവിങ് ടു ദി ഹാർഡ് സ്കില്ല്. ഹാർഡ് സ്കിൽസ് എന്നാൽ എന്താണ് എന്നാണ് ഇനി അടുത്തത് നോക്കുന്നത്. ഹാർഡ് സ്കിൽസ് ആർ എസെൻഷ്യൽ ബിക്കോസ് ദേ ഇൻക്രീസ് ദ എംപ്ലോയി പ്രൊഡക്ടിവിറ്റി ആൻഡ് എഫിഷ്യൻസി ആൻഡ് സബ്സീക്വൻറ്റ് ഇംപ്രൂവ് ഇൻ എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ. ഒരു തൊഴിലാളിയുടെ, ഒരു എംപ്ലോയിയുടെ പ്രൊഡക്ടിവിറ്റിയെ, ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, എംപ്ലോയിയുടെ സാറ്റിസ്ഫാക്ഷൻ, എംപ്ലോയിയുടെ സംതൃപ്തി, ഒരു തൊഴിലാളിയുടെ സംതൃപ്തി ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എല്ലാം ഉപയോഗിക്കുന്ന സ്കില്ലുകളാണ് ഇത് ഹാർഡ് സ്കിൽസ് എന്നറിയപ്പെടുന്നത്. ഹാർഡ് സ്കിൽസ് ആർ ഇമ്പോർട്ടൻറ്റ് ഫോർ യുവർ റെസ്യൂം. നിങ്ങളുടെ റെസ്യൂമിൽ, ഒരു വ്യക്തിയുടെ CV, കരിക്കുലം വീറ്റെ ഓർ റെസ്യൂമിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് ഹാർഡ് സ്കിൽസിലൂടെ നേടിയെടുക്കുന്നത്. ആസ് എംപ്ലോയേഴ്സ് ലുക്ക് ഫോർ ദം വെൻ റിവ്യൂവിങ് യുവർ ആപ്ലിക്കേഷൻ. ഒരു എംപ്ലോയർ ഒരു റെസ്യൂം ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ട ഒന്ന്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കേണ്ട ഒരു കാര്യമാണ് ഇത് ഹാർഡ് സ്കിൽസ് എന്നുള്ളത്. വാട്ട് ആർ ഹാർഡ് സ്കിൽസ്? എന്താണ് ഹാർഡ് സ്കിൽസ് എന്ന് നമുക്ക് നോക്കാം. ഹാർഡ് സ്കിൽസ് എങ്ങനെയാണ് നമ്മൾ നേടിയെടുക്കുന്നതെന്ന് നോക്കാം. ദേ ആർ അക്വയർഡ് ത്രൂ ഫോർമൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് പ്രോഗ്രാം. പരിശീലന പരിപാടിയിലൂടെയും അതുപോലെ തന്നെ ഫോർമൽ എഡ്യൂക്കേഷനിലൂടെയും നേടിയെടുക്കുന്ന ഒന്നാണ് ഇത് ഹാർഡ് സ്കിൽസ് എന്നുള്ളത്. എങ്ങനെയാണ്? പരിശീലന പ്രോഗ്രാം, ട്രെയിനിങ് പ്രോഗ്രാമുകൾ, അതുപോലെ ഫോർമൽ എഡ്യൂക്കേഷൻ, ഔപചാരികമായിട്ടുള്ള വിദ്യാഭ്യാസത്തിലൂടെയെല്ലാം നേടിയെടുക്കുന്നതാണ് ഹാർഡ് സ്കിൽസ് എന്നുള്ളത്. അതിന് എക്സാമ്പിളാണ് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ്, റൈറ്റിംഗ്, മാത്തമാറ്റിക്സ്, ലോ, കൊമേഴ്സ്, ബിസിനസ്, മാനേജ്മെൻറ്റ്, എക്സെട്ര. ജോബ് സക്സസ് ടിപ്പിക്കലി റിക്വയേഴ്സ് കോമ്പിനേഷൻ ഓഫ് ഹാർഡ് സ്കിൽസ് ആൻഡ് സോഫ്റ്റ് സ്കിൽസ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ജോലി വിജയകരമാവണം എന്നുണ്ടെങ്കിൽ ഒരേ സമയം ഹാർഡ് സ്കിൽസും സോഫ്റ്റ് സ്കിൽസും ആവശ്യമാണ്. ഹാർഡ് സ്കിൽസ് എന്നുള്ള എന്താണ്? ഒരു പെർട്ടിക്കുലർ ജോബ്, ഒരു പർട്ടിക്കുലർ മേഖലയിലെ, ഒരു പർട്ടിക്കുലർ ഫീൽഡിലെ ഒരു പർട്ടിക്കുലർ ജോബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ഹാർഡ് സ്കിൽസ് റിക്വയർ ആയിട്ടുള്ളത്. സോഫ്റ്റ് സ്കിൽസ് ആർ റിക്വയർഡ് ഇൻ ജനറൽ. സോഫ്റ്റ് സ്കിൽസ് എന്താണ്? ഒരു വ്യക്തിക്ക് സാധാരണയായിട്ട് പൊതുവായിട്ട് ഉണ്ടായിരിക്കേണ്ട ചില സ്കില്ലുകളാണ്. സോ ഈ രണ്ട് സ്കില്ലുകളുടെയും ഒരു കോമ്പിനേഷനാണെന്ത് ഒരു ജോബ് സക്സസ്സിലേക്ക് നയിക്കുന്നത്, ഒരു ജോലിയുടെ വിജയത്തിലേക്ക് നയിക്കുന്നത്. ദെൻ ഹാർഡ് സ്കിൽസ് വേഴ്സസ് സോഫ്റ്റ് സ്കിൽസ്. ഹാർഡ് സ്കിൽസും സോഫ്റ്റ് സ്കിൽസും തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. ഹാർഡ് സ്കിൽസ് ടീച്ചബിൾ എബിലിറ്റീസ് ഓർ സ്കിൽ സെറ്റ് ദാറ്റ് ആർ ഈസിലി ടു ക്വാണ്ടിഫൈ. എളുപ്പത്തിൽ ക്വാണ്ടിഫൈ ചെയ്യാൻ സാധിക്കുന്ന, കൃത്യമായി അളക്കുവാൻ സാധിക്കുന്ന സ്കിൽ സെറ്റാണ് ഇത് ഹാർഡ് സ്കിൽസ് എന്നുള്ളത്. സോഫ്റ്റ് സ്കിൽസോ പീപ്പിൾ സ്കിൽ ഓർ ഇൻ്റർപേഴ്സണൽ സ്കിൽ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ഹാർഡ് സ്കിൽസിൽ പറയുന്നു പ്രൊഫിഷ്യൻസി ഇൻ എ ഫോറിൻ ലാംഗ്വേജ്. ഒരു
ഫോറിൻ ലാംഗ്വേജ്, ഒരു വിദേശ ഭാഷയിൽ പ്രാവീണ്യം നേടുക എന്നുള്ളത്, ഒരു ഹാർഡ് സ്കില്ലാണ്. അതേസമയം കമ്മ്യൂണിക്കേഷൻ എബിലിറ്റി, ആശയവിനിമയത്തിനുള്ള കഴിവ് ഉണ്ടാക്കുക എന്നുള്ളത് സോഫ്റ്റ് സ്കില്ലാണ്. എ ഡിഗ്രി ഓർ സർട്ടിഫിക്കറ്റ്, ഒരു ഡിഗ്രിയോ ഒരു സർട്ടിഫിക്കറ്റോ ഒരു ഡിപ്ലോമയോ ഒക്കെ എന്താണ്? ഹാർഡ് സ്കിൽസിൽപ്പെട്ടതാണ്. സോഫ്റ്റ് സ്കിൽസിൽ ഫ്ലെക്സിബിലിറ്റി സോഫ്റ്റ് സ്കില്ലാണ്. ടൈപ്പിംഗ് സ്പീഡ് ഈസ് എ ഹാർഡ് സ്കിൽ. ഒരാൾക്ക് കമ്പ്യൂട്ടർ ടൈപ്പിംഗ് ഭയങ്കര സ്പീഡാണെങ്കിൽ അത് ഹാർഡ് സ്കില്ലാണ്. അതുപോലെ മെഷീൻസ് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യേണ്ടത് അറിയാമെങ്കിൽ അത് ഹാർഡ് സ്കില്ലാണ്. അതുപോലെ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് അറിയാമെങ്കിൽ അത് ഹാർഡ് സ്കില്ലാണ്. അതേസമയം ലീഡർഷിപ്പ്, ടീം വർക്ക്, ടൈം മാനേജ്മെൻ്റ് ഒക്കെ എന്താണ്? സോഫ്റ്റ് സ്കില്ല് ആണ്. സോഫ്റ്റ് സ്കിൽസ് ഹെൽപ്സ് എംപ്ലോയീസ് ഫുള്ളി യൂട്ടിലൈസ് ദെയർ ഹാർഡ് സ്കിൽസ്. സോഫ്റ്റ് സ്കിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മാത്രമേ ഒരു എംപ്ലോയിക്ക് തൻ്റെ ഹാർഡ് സ്കിൽസിനെ പൂർണ്ണമായിട്ടും ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ. സ്കിൽസ് സച്ച് ആസ് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ, ഇമോഷണൽ ഇൻ്റലിജൻസ്, ടൈം മാനേജ്മെൻറ്റ്, വർക്കിംഗ് വെൽ അണ്ടർ പ്രഷർ ആർ ക്രിട്ടിക്കൽ ഇൻ ദി വർക്ക് പ്ലേസ്. ഒരു ജോലി ചെയ്യുന്ന ജോലി സ്ഥലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സോഫ്റ്റ് സ്കില്ലുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ അത് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷനാണ്, അതുപോലെ ഇമോഷണൽ ഇൻ്റലിജൻസ് ആണ്, ടൈം മാനേജ്മെൻ്റ് ആണ്, വർക്കിംഗ് വെൽ അണ്ടർ പ്രഷർ, എത്ര മോശം സന്ദർഭങ്ങളിലും എന്ത് ചെയ്യുക, സമ്മർദ്ദത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതാണ്. ഇതൊക്കെ എന്താണ്? വർക്ക് പ്ലേസുമായി ബന്ധപ്പെട്ട സോഫ്റ്റ് സ്കില്ലുകളാണ്. എംപ്ലോയീസ് വിത്ത് സോഫ്റ്റ് സ്കിൽസ് മെയ്ഡ് ഫോർ ഗുഡ് ടീം പ്ലെയേഴ്സ് ആൻഡ് എഫിഷ്യൻറ്റ് മാനേജേഴ്സ്. എന്ത് ചെയ്യുന്നു? സോഫ്റ്റ് സ്കില്ലുള്ള ഏറ്റവും നല്ല എല്ലാവിധ സോഫ്റ്റ് സ്കില്ലുകളും അവൈലബിൾ ആയിട്ടുള്ള ഒരു എംപ്ലോയി എന്ത് ചെയ്യുക? ടീം പ്ലെയേഴ്സായിട്ടും എഫിഷ്യൻറ്റ് മാനേജേഴ്സായിട്ടൊക്കെ എന്ത് ചെയ്യുക? നമുക്ക് കൺവേർട്ട് ചെയ്യുവാൻ സാധിക്കും എന്നുള്ളതാണ്. സോ ദീസ് ആർ ദി information regarding soft skill and hard skill. These two skills are required to a professional person for the success in their job. ഒരു പ്രൊഫഷണൽ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജോലി, അയാളുടെ തൊഴിൽ അത് വിജയമാവണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അയാൾക്ക് സോഫ്റ്റ് സ്കില്ലും വേണം, അതുപോലെ തന്നെ ഏത് സ്കില്ലും വേണം? ഈ പറയുന്ന ഹാർഡ് സ്കില്ലും വേണം. ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. താങ്ക് യു.